നമസ്തേ. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസ് +2 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അതിൽ നമ്മൾ എടുത്തു വന്ന ചാപ്റ്റേഴ്സ് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ബേസിക് കൺസെപ്റ്റ്സ്, ദെൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഈ ചാപ്റ്ററിൽ നിന്നെല്ലാം കണക്ക് വന്നാൽ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോസിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്, അതിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനിലോട്ട് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്താൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ തയ്യാറാക്കണം. ഇപ്പം X&Y ബിസിനസ്സിലോട്ട് ഇസഡിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് നമ്മൾ പല സ്റ്റെപ്സിലൂടെയാണ് പഠിക്കുന്നത്. നമ്പർ 1, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. 2, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ജനറൽ റിസർവ് ആൻഡ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഗുഡ് വില്ല്. നാലാമത്തെ സ്റ്റെപ്പ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ആറാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയർ ന്യൂ ബാലൻസ് ഷീറ്റ്സ്. ഇങ്ങനെ 6 സ്റ്റെപ്സാണ്. അതിൽ ഓരോ സ്റ്റെപ്പും നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് റേഷ്യോ കണ്ടുപിടിക്കണം. അതിൻ്റെ ചെറിയ കണക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചെറിയ മാർക്കിന് വരാവുന്നതാണ്. 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അതിൽ ചില പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് X&Y are partners sharing profits in the ratio 3:2, at which Z into partnership giving him 5th share, അതായത് 5-1 ഷെയർ. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇങ്ങനൊരു ചോദ്യം വന്നാൽ X&Y ബിസിനസ്സിലോട്ട് ആരെ അഡ്മിറ്റ് ചെയ്യുന്നു? ഇസഡിനെ. X&Yയുടെ റേഷ്യോ 3:2 ആണ്. ഇസഡിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അവന് കൊടുക്കുന്ന ഷെയർ 5-1 ഷെയറാണ്. അങ്ങനാണെങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം, സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ നമുക്ക് നോക്കാം. X/Y ഈക്വൽസ് 3:2 ആണ്. 3:2 ആണ് X&Yയുടെ റേഷ്യോ. ഇസഡിനെ അഡ്മിറ്റ് ചെയ്യുന്നു.
അതായത് ഫിഫ്ത്ത് ഷെയറിന് ഇസഡിന് 5/1 ഷെയർ കൊടുക്കുകയാണ്. ഇസഡിനോട് പറയുന്നു ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 5/1 ആർക്ക് തരാം? ഇസഡിന് തരാം. അതെങ്ങനെ കൊടുക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ ടോട്ടലിൽ നിന്നും 5/1 ആർക്ക് പോയി? ഇസഡിന് പോയി. ബാലൻസ് എന്ന് പറയുന്നത് ഇസഡിന് 5/1 കൊടുത്താൽ മിച്ചം എത്രയാണെന്ന് ചോദിച്ചാൽ ടോട്ടല് 1 ആണെങ്കിൽ 1 മൈനസ് 1/5 ആണ്. 1 മീൻസ് ഹിയർ 5/5 ആണ്. 5/5 5/5. ടോട്ടൽ അവിടെ 5/5 ആണെങ്കിൽ 5/1 ആർക്ക് കൊടുത്തു? ഇസഡിന് കൊടുത്തു. പോയിട്ട് ബാക്കി വരുന്നത് 5/4 ആണ്. 6/1 ഷെയറാണ് കൊടുക്കുന്നതെങ്കിൽ മിച്ചം 6/5. 5/2 ഷെയറാണ് കൊടുക്കുന്നതെങ്കിൽ മിച്ചം 5/3. അപ്പോൾ ഇവിടെ മിച്ചം എത്രയാണ്? 5/4 ആണ്. ടോട്ടലിൽ നിന്നും 5/1 ഇസഡിന് കൊടുക്കുന്നു. പോയിട്ട് ബാക്കിയുള്ളത് 5/4 ആണ്. ഇനി എക്സിനും വൈക്കും കൂടെ കിട്ടുന്നത് ഈ 5/4 ആണ്. ഈ 5/4 എന്നുള്ളത് അവർ ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. ഓൾഡ് റേഷ്യോ 3:2 ആണ്. അപ്പം ന്യൂ ഷെയർ ഓഫ് എക്സ് സമം മിച്ചം 5/4. 5/4ൻ്റെ 5/3 എക്സിന്. 5/3 എന്ന് പറയുമ്പോൾ 4 × 3 12, 5 × 5 25, 25/12 ആർക്ക് കിട്ടുന്നത്? എക്സിന് കിട്ടുന്നത്. ന്യൂ ഷെയർ ഓഫ് വൈ ഈക്വൽസ് 5/4 ഇൻറ്റു 5/2 ആണ്. 5/2 മീൻസ് 3:2. 5/2 ആണ് ആർക്ക് കിട്ടുന്നത്? വൈക്ക്. അപ്പോൾ ഇവിടെ 4 2s are 8, 25. ദെൻ ഇസഡിന് കൊടുത്ത ഷെയർ എത്രയാണ്? 5/1 ആണ്. ഇവരുടെ രണ്ടുപേരുടെയും കിടക്കുന്ന 25/12, 25/8 ആണ്. അപ്പോൾ ഇതിൻ്റെ ഛേദം 25 ആണ്. ഇവിടെ ഛേദം 5 ആണ്. ഇത് 25 മാറ്റണം. 5 എന്നുള്ള ഛേദം 25 ആകണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 25 25 ഇവിടെ 5 25 ആണ്. 5 കൊണ്ട് അംശത്തെയും ഗുണിക്കുമ്പോൾ 5 ഇതാണ്. അപ്പോൾ റേഷ്യോ X/Y/Z ഈക്വൽസ് 12:8:5 എന്നാണ്. ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 12:8:5. ദെൻ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഫോർമുല ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ്. ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്ന ആരൊക്കെയാണ്? എക്സും വൈയുമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കണം? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എക്സിൻ്റെ ഓൾഡ് 5/3 ആണ്, മൈനസ് ന്യൂ 25/12 ആണ്. 25/12. 5/3 മൈനസ് 25/12. വ്യത്യസ്ത ഛേദങ്ങളുള്ള ഭിന്നസംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഛേദം കോമൺ ആക്കണം. അപ്പോൾ ഇതിൻ്റെ LCM ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലസാഗു ലഘുതമ സാധാരണ ഗുണിതം കണ്ടുപിടിക്കണം. അപ്പോൾ 5ൻ്റെയും 25ൻ്റെയും 25ആണ്. അപ്പോൾ ഇത് 25 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 25 5 കൊണ്ട്. ആ 5 കൊണ്ട് അംശത്തെ ഗുണി 3 15 മൈനസ് 25/12 സമം 25
3 അതുപോലെ വൈയുടെ ഓൾഡ് റേഷ്യോ 5/2 മൈനസ് ന്യൂ റേഷ്യോ 25/8 25/8. ഇവിടെ ഛേദം കോമൺ ആക്കണം. അപ്പോൾ 5/3 5 എന്നുള്ള 25 25 5 25 I2 10 മൈനസ് 25/8 സമം 25 എത്ര വന്നു? 2. ഇതെവിടെ റേഷ്യോ വരുന്നത്? 25/3 25/2 അപ്പോൾ 3:2 എന്ന് തന്നെ 3:2 ആണ്. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ഏത് തന്നെ വന്നു? ഓൾഡ് റേഷ്യോ തന്നെ വന്നു. അപ്പോൾ ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്നു, അവൻ ഇത്ര ഷെയർ കൊടുക്കുന്നു, അതെങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് അവിടെ കണ്ടുപിടിക്കാൻ നിർബന്ധമില്ല. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ ഈ കണക്കിൽ ഇവിടെ ന്യൂ റേഷ്യോയും കണ്ടു, സാക്രിഫൈസിങ് റേഷ്യോയും കണ്ടു. ഇതാണ് ഒന്ന്. നെക്സ്റ്റ്, ഇവിടെ ഈ ചോദ്യം എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2. Admit Z into partnership, giving him 5th share. എൻ്റെ കൂടെ വീണ്ടും പറയും, വിച്ച് he acquires equally from X and Y. Calculates the new profit sharing ratio and sacrificing ratio. ഇവിടെ നോക്കി, ഇവിടെ സാക്രിഫൈസ് മാറും. നേരിട്ട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ ബിസിനസ് ലെവൽ റേഷ്യോ 3:2 ആണ്. ഇസഡിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇസഡിന് കൊടുക്കുന്ന ഷെയർ 5th ഷെയർ. ആ 5/1 ഷെയർ എങ്ങനെ കൊടുക്കുന്നു? വിച്ച് ഹി അക്വേഴ്സ്, അവനത് ആർജിക്കുന്നത് ഈക്വലി ഫ്രം എക്സ് ആൻഡ് വൈ, എക്സിൽ നിന്നും വൈയിൽ നിന്നും തുല്യമായിട്ട് മേടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 5/1 ഷെയറാണ് അവന് കിട്ടുന്നത്. 5/1 പകുതി എക്സിൽ നിന്ന് കിട്ടും, 5/1 പകുതി വൈയിൽ നിന്ന് കിട്ടും. ഈ 5/1 പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ 1/10 ആണ്. 1/10. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5/1 പകുതി 10/1. 10/1 ആര് കൊടുക്കും? എക്സ് കൊടുക്കും. 10/1 വൈ കൊടുക്കും. അപ്പോൾ ഈ കണക്കിൽ സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ദാറ്റ് മീൻസ് 1:1 ആണ്. നമ്മൾ ചെയ്താലും 1:1 തന്നെ വരും. ഇതേ നോക്കാം. ആദ്യം ന്യൂ റേഷ്യോ കാണാം. X/Y ഈക്വൽസ് 3:2. Z ഈക്വൽസ് 1/5. ദാറ്റ് ഈസ് ഈക്വലി ഫ്രം എക്സ് ആൻഡ് വൈ എന്നാണ്. ഈക്വലി ഫ്രം എക്സ് ആൻഡ് വൈ. അത് 5/1 പകുതി എക്സിൽ നിന്ന് കിട്ടും, 5/1 പകുതി വൈയിൽ നിന്ന് കിട്ടും. 5/1 പകുതി കാണാൻ 5/1 ഇൻറ്റു 2/1 ആണ്. ദാറ്റ് മീൻസ് I2 10, 10/1 ഇങ്ങനെ കാണാം. ഒരു സംഖ്യയുടെ പകുതി കാണാൻ എന്ത് ചെയ്താൽ മതി? 2/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 10ൻ്റെ പകുതി കാണാൻ 10 ഇൻറ്റു 2/1 സമം എത്രയാണ്? 5. അതുപോലെ 5/1 പകുതി കാണാൻ 5/1 ഇൻറ്റു 2/1 I2 10, 10/1. അപ്പോൾ 10/1 എക്സിൽ നിന്നും കിട്ടും, 10/1 വൈയിൽ നിന്നും കിട്ടും. അപ്പോൾ ഷെയർ ഗിവൺ ബൈ എക്സ് സമം 1/10. ഷെയർ ഗിവൺ ബൈ വൈ ഈക്വൽസ് 1/10. എക്സ് കൊടുക്കുന്നതും 1/10 ആണ്, വൈ കൊടുക്കുന്നതും 1/10 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ ഷെയർ ഓഫ് എക്സ് ഈക്വൽസ് നേരത്തെ കിട്ടിക്കൊണ്ട് എത്രയാണ്?
അതായത് ഇസഡിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സിന് കിട്ടിക്കൊണ്ടിരുന്ന ഷെയർ 3/5 ആണ്. ആ 3/5 നിന്ന് എക്സ് കൊടുക്കുന്നത് എത്രയാണ് വൈക്ക്? ഇസഡിന് 1/10 ആണ്. ആ കൊടുക്കുന്നത് കുറയ്ക്കണം. 1/10 കുറയ്ക്കുന്നു. അപ്പോൾ 5/3 മൈനസ് 10/1 ഇത് ഛേദം കോമൺ ആക്കണം. 5-ൻ്റെയും 10-ൻ്റെയും LCM 10 എന്താ LCM? ഈ രണ്ട് സംഖ്യയും പൂർണ്ണമായിട്ടടങ്ങുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 5ഉം 10ഉം പൂർണ്ണമായിട്ടടങ്ങുന്ന ഏറ്റവും ചെറിയ സംഖ്യ 10 അപ്പോൾ 10 10 I2 10 2 3 6 ഇത് -10/1 സമം 10/5 ന്യൂ ഷെയർ ഓഫ് എക്സ് 10/5. അതുപോലെ ന്യൂ ഷെയർ ഓഫ് വൈക്ക് നേരത്തെ കിട്ടിക്കൊണ്ട് 5/2 മൈനസ് 10/1 കൊടുക്കുന്നു സമം 10 I2 10 2 4 മൈനസ് 10/1 സമം 10/3 ആരുടെ ഷെയർ? വൈയുടെ ഷെയർ. അപ്പോൾ ഇസഡിൻ്റെ എങ്ങനെ? ഇസഡ് സമം ഇസഡിന് കൊടുത്ത ഷെയർ എത്രയാണ്? 5/1 5/1 സമം അത് രണ്ടും 10 അപ്പോൾ ഇതും 10 എടുക്കണം. 10 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് അംശത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 10/2. അപ്പം ന്യൂ റേഷ്യോ ഇവരുടെ X/Y/Z സമം 5:3:2 ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 5:3:2. ദെൻ സാക്രിഫൈസിംഗ് റേഷ്യോ സമം ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇവിടെ ആരൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നു? എക്സും വൈയും. എക്സ് സമം ഓൾഡ് 5/3 ന്യൂ 10/5. 5/3 മൈനസ് 10/5 ഛേദം കോമൺ ആക്കണം. 10 I2 10 2 കൊണ്ട് അംശത്തെയും കൂടി 2 3 6 മൈനസ് 10/5 6 മൈനസ് 5 സമം 1 10/1. ഇത് 10/1 അവൻ കൊടുക്കുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്. അതുപോലെ വൈ 5/2 മൈനസ് 10/3 ന്യൂ റേഷ്യോ. 10/3 സമം 10 I2 10 2 4 മൈനസ് 10/3 സമം 10/1. അപ്പോൾ X/Y ഈക്വൽസ് 1:1. സാക്രിഫൈസ് എങ്ങനെ കിട്ടി? ഈക്വലാണ് 1:1. ഇതുപോലെ ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും ആദ്യം കണ്ടുപിടിക്കുക. ഒരാളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ നമ്മൾ ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ചില കേസിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. വേറൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ന്യൂ റേഷ്യോയുടെ സേ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. ചോദ്യം ഇങ്ങനെ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് sharing profits and losses in the ratio 5:3. Admit C into partnership, giving him 8th share 1/8, which he acquires 1/12 from A and 1/24 from B.
കാൽക്കുലേറ്റ്സ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ചോദ്യം ശ്രദ്ധിക്കുക. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3. Admit C into partnership, giving him 8th share, which he acquires 1/12 from A and 1/24 from B. Calculate the new profit sharing ratio and sacrificing ratio. നമുക്കിവിടെ ന്യൂ റേഷ്യോ ആദ്യം കാണാം. A:B equals 5:3. C equals 1/8. അത് നേരെ 1/8 എങ്ങനെ കൊടുക്കും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. 12 A കൊടുക്കും, 24 B കൊടുക്കും. 12 24 കൂടെ കൂട്ടിയാലാണ് 1/8 കിട്ടുന്നത്. വേണം നമുക്ക് നോക്കാം ശരിയാണോന്ന്. 12 പ്ലസ് 24 ഛേദം വ്യത്യസ്തമാണ്, ഛേദം കോമൺ ആക്കണം. 12 എത്രയിലാക്കിയാൽ മതി? 24 മതി. അപ്പോൾ 24 ഇവിടെ 24 പ്ലസ് 24 സമം 24 3 24 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് 1/8 ആണ്. ദാറ്റ് മീൻസ് 3/24 1/8. അപ്പോൾ ഈ കണക്കിൽ നേരിട്ട് തന്നിരിക്കുകയാണ്. 8th ഷെയർ എങ്ങനെ കൊടുക്കുന്നു? ദാറ്റ് ഈസ് 1/12 ഫ്രം എ and 1/24 from B. ഇവിടെ ന്യൂ ഷെയർ ഓഫ് എ, ന്യൂ ഷെയർ ഓഫ് എയുടെ പുതിയ ഷെയർ കാണണം. എയുടെ പുതിയ ഷെയർ കാണണമെങ്കിൽ ഇവിടെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 5/8 ആണ്. 5 3 8, 8ൽ 5 എക്ക് കിട്ടിയത്. അവൻ കൊടുക്കുന്നത് 12 അപ്പോൾ 8ൽ 5 നിന്നും സിക്ക് കൊടുക്കുന്ന 12 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 8ൽ 5 മൈനസ് 12ൽ 1, 5/8 മൈനസ് 1/12. ഇവിടെ 8ഉം 12ഉമാണ്. ഇത് ഛേദം കോമൺ ആക്കണം. ഇതിൻ്റെ LCM കാണണം. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുവെച്ചാൽ ലഘുതമ സാധാരണ ഗുണിതം, ലസാഗു എന്ന് പറയും. എങ്ങനെ ലസാഗു കണ്ടുപിടിക്കും? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഘടകക്രിയ ചെയ്യാനായിട്ട്. 8ഉം 12 ദേ ഇങ്ങനെ. ഈ വർക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 8 12. ആദ്യം ഇത് രണ്ടും ഈ 2 ഫിഗറും 2 കൊണ്ട് ഹരിക്കാം. 2 24 8 26 12. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 2 4 23 6. ഇതെല്ലാം കൂടെ ഗുണിച്ച് കിട്ടുന്നതാണ് LCM. 3 2 6 6 2 12 12 24. ഇതിൻ്റെ LCM 24 ശരിയാണ്. 8ഉം 12ഉം പൂർണ്ണമായിട്ടടങ്ങുന്ന ഏറ്റവും ചെറിയ സംഖ്യ 24. 8 3 24, 12 24. അപ്പോൾ ഇവിടെ 3 2 6 6 2 12 12 24. അപ്പോൾ 24 24ൽ 8ൽ 5 24 8 എന്നുള്ള ഛേദം 24 അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട്. അതുകൊണ്ട് അംശത്തെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 3 24, 3 5 15 മൈനസ് 24ൽ 12 എന്നുള്ള ഛേദം 24 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് അംശത്തെയും 1 2. അപ്പോൾ 24ൽ 13. 24ൽ 13 ഇതാണ് ന്യൂ ഷെയർ ഓഫ് എ. അതുപോലെ ന്യൂ ഷെയർ ഓഫ് ബി 8ൽ 3 മൈനസ് അവൻ കൊടുക്കുന്നത് 24ൽ 1. അപ്പോൾ 8ൻ്റെയും 24ൻ്റെയും അതും 24 തന്നെയാണ്. അപ്പോൾ 24 ആക്കുമ്പോൾ
എൺ 3 24, 3 9 മൈനസ് 24 1 സമ 24 8. ഇനി സിക്ക് കൊടുത്ത ഷെയർ 8 1. ഇത് രണ്ടും ഛേദം 24. അപ്പോൾ ഈ ഛേദവും 24 എൺ 3 24, 1 3. ഇതാണ്. അപ്പോൾ A:B:C ഈക്വൽസ് 13:8:3. ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നെക്സ്റ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ സമം ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇവിടെ എയുടെ സാക്രിഫൈസിംഗ് റേഷ്യോ ഓൾഡ് റേഷ്യോ 5/8 മൈനസ് ന്യൂ റേഷ്യോ 24/13. 24/13. ഇത് 24 ആക്കിയാൽ മതി. 24 എൺ 3 24 3 5 മൈനസ് 24/13 സമം 15 മൈനസ് 13 സമം 2. 24 2. നെക്സ്റ്റ് ബിയുടെ ഓൾഡ് റേഷ്യോ 8/3, ന്യൂ റേഷ്യോ 24 8. 24 8. അപ്പോൾ ഇവിടെ 24 ആക്കുമ്പോൾ എൺ 3 23 9 മൈനസ് 24 8 സമ 24 1. അപ്പോൾ ഇവിടെ A:B സമം 2:1. ഇതാണ് സാക്രിഫൈസിംഗ് റേഷ്യോ. അപ്പോൾ നമുക്കിപ്പോൾ 3 കണക്ക് ചെയ്തു. ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ജനറൽ റിസർവ് ആൻഡ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ, P&L അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് എന്ന് കണ്ടാൽ ജേണൽ എൻട്രി ജനറൽ റിസർവ് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലോട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോയിലാണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ എ ആൻഡ് ബിയുടെ ബാലൻസ് ഷീറ്റ്സ്, എ ആൻഡ് ബിയുടെ ബിസിനസ്, അവരുടെ ബിസിനസിൻ്റെ ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഷീറ്റ്സ് ഇവിടെ എ ആൻഡ് ബി ആണ് പാർട്ട്നേഴ്സ്. അവർ റേഷ്യോ 3:2 ആണ്. സിയെ അഡ്മിറ്റ് ചെയ്യുന്നു, സിക്ക് ഇത്ര ഷെയർ കൊടുക്കുന്നു. സി അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം എ ആൻഡ് ബിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ആ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് 5000 ഉണ്ട്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവോ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ ആ ഐറ്റം ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലോട്ട് ഷെയർ ചെയ്യണം. ഇപ്പം റിസർവാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ എൻട്രി റിസർവ്, അതിൻ്റെ ജേണലിൻ്റെ ഇതാണ് ജനറൽ റിസർവ് ഡെറ്റർ 5000 ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇവിടെ ആരൊക്കെയാണ്? എയും ബിയുമാണ്. ടു എസ് ക്യാപിറ്റൽ 5000ൻ്റെ 5/3 ദാറ്റ് മീൻസ് 3000 ടു ബീസ് ക്യാപിറ്റൽ 5000ൻ്റെ 5/2 അതായത് 2000. അപ്പോൾ റിസർവ് ഉണ്ടെങ്കിൽ റിസർവ് ഷെയർ ചെയ്യണം.
ആർക്ക് ഷെയർ ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലോട്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ജേണൽ എൻട്രി ജനറൽ റിസർവ് ഡെറ്റർ ഓർ റിസർവ് ഫണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഓൾഡ് റേഷ്യോയിലാണ്. ഓൾഡ് റേഷ്യോയിൽ റിസർവ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പഠിക്കേണ്ട ജേണൽ എൻട്രി ഇതാണ്. ജനറൽ റിസർവ് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി ലയബിലിറ്റി സൈഡിലാണ് പി ആൻഡ് എൽ അക്കൗണ്ട് എങ്കിൽ അത് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യും എൻട്രി പി ആൻഡ് എൽ ഡെറ്റർ. എത്രയാണോ ഫിഗർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓൾഡ് പാർട്ട്നേഴ്സ് എയും ബിയും ആണെങ്കിൽ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് ചോദ്യത്തിൽ തരും. ആ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് എന്നോ റിസർവ് ഫണ്ടെന്നോ കണ്ടാൽ അത് ഷെയർ ചെയ്യണം ഓൾഡ് പാർട്ട്നേഴ്സിന്. പി ആൻഡ് എൽ അക്കൗണ്ട് ലയബിലിറ്റി സൈഡിലാണെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലോട്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി പി ആൻഡ് എൽ ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി അസറ്റ് സൈഡിലാണ് പി ആൻഡ് എൽ എങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ട് ലയബിലിറ്റി സൈഡിൽ വന്നാൽ പ്രോഫിറ്റാണ്, അസറ്റ് സൈഡിൽ വന്നാൽ അത് ലോസ് ആണ്. അപ്പോൾ പി ആൻഡ് എൽ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിച്ച് ദാറ്റ് മീൻസ് ലോസ് ആണ്. ആ ലോസ് ബാലൻസിൽ എവിടെ കാണിക്കാം? അസറ്റ് സൈഡിൽ കാണിക്കാം. അങ്ങനെ അസറ്റ് സൈഡിൽ പി ആൻഡ് എൽ അക്കൗണ്ട് വന്നാൽ അതിന് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ടില്ലെന്ന് അർത്ഥം. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് അസറ്റ് സൈഡിൽ വന്നാൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലോട്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ലോസ് ആണെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ട് അസറ്റ് സൈഡിലാണെങ്കിൽ അത് ലോസാണ്. ആ ലോസ് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു പി ആൻഡ് എൽ എന്നാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു പി ആൻഡ് എൽ. ഓൾഡ് പാർട്ട്നേഴ്സ് എയും ബിയും ആണെങ്കിൽ അപ്പോൾ അസറ്റ് സൈഡിൽ 5000 ആണെന്ന് പി ആൻഡ് എൽ. അപ്പോൾ ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. എസ് ക്യാപിറ്റൽ ഡെറ്റർ 5000 3000, ബീസ് ക്യാപിറ്റൽ ഡെറ്റർ 2000, ടു പി ആൻഡ് എൽ 5000. അങ്ങനെ ഷെയർ ചെയ്യണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓർ ലോസസ് ആൻഡ് ജനറൽ റിസർവ്. ജനറൽ റിസർവ് ഉണ്ടെങ്കിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിലോ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലോട്ട് ഷെയർ ചെയ്യണം. റിസർവ് ആണെങ്കിൽ റിസർവ് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പി ആൻഡ് അക്കൗണ്ട് ലയബിലിറ്റി സൈഡിലാണെങ്കിൽ പ്രോഫിറ്റാണ്, പി ആൻഡ് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അസറ്റ് സൈഡിലാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ടു പി ആൻഡ് എൽ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവാണ്. അത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഗുഡ് വില്ലാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഗുഡ് വില്ല് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ ഗുഡ് വിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ പ്രോഫിറ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. രണ്ട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. നെക്സ്റ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതിൽ പരീക്ഷയ്ക്ക് സാധാരണ വലിയ കണക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഇതേ ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് നോക്കാം. ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ പറയും, ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് ദി ആവറേജ് ഓഫ് പാസ്റ്റ് 5 years പ്രോഫിറ്റ്സ്. ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ എന്താണ് ഈ പാർട്ണർഷിപ്പ് ഡീഡ്?
ദി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സാണ്. ഒരു പങ്കാളിത്ത വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പ് പങ്കാളികൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഡീഡ് മേ ബി എയ്തർ ഓറൽ ഓർ റിട്ടൺ. അത് ഒന്നുകിൽ വാക്കാലെയുള്ള കരാറാകാം, അല്ലെങ്കിൽ എഴുതപ്പെട്ട കരാറാകാം. അപ്പോൾ ഡീഡിൽ പറയും എങ്ങനെ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 2 years purchase of the average of past 5 years profits. കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2 ഇരട്ടിയാണ് ഗുഡ് വിൽ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 5 കൊല്ലത്തെ പ്രോഫിറ്റ് തരും. 5 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നാൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് 2 years purchase of goodwill is valued at 2 years purchase of the average of past 5 years profits. ഒരു ഡീഡിൽ ഇങ്ങനെ പറഞ്ഞു: കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2 years purchase, that means twice, 2 ഇരട്ടി. 2 years purchase means twice. 3 years purchase means thrice, 3 ഇരട്ടി. 4 years purchase 4 ഇരട്ടി. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ 5 കൊല്ലത്തെ പ്രോഫിറ്റ് തരും. ദ പാസ്റ്റ് 5 years profits were rupees 28,000, 32,000, 36,000, 24,000 and 40,000 respectively. 5 കൊല്ലത്തെ പ്രോഫിറ്റ് ഇങ്ങനെ തന്നിരിക്കുന്നു. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം 5 years ടോട്ടൽ പ്രോഫിറ്റ് കാണും. 5 years ടോട്ടൽ പ്രോഫിറ്റ്സ് കാണും. ഈ 5 കൊല്ലക്കാലത്തെ പ്രോഫിറ്റും കൂടെ നമ്മൾ കൂട്ടും. ഇതെല്ലാം കൂടെ കൂട്ടണം. 28, 2, 30, 60, 60ഉം 30ഉം 90, 96, 4, 100, 120, 40ഉം 160, 1,60,60,000 വന്നു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1,60,000 ആണ്. 1,60,60,000 കിട്ടി പ്രോഫിറ്റെല്ലാം കൂടെ കൂട്ടിയപ്പോൾ. ഇനി ഇതിൻ്റെ ആവറേജ് കാണും. ആവറേജ് കാണാൻ ഇത് എത്ര കൊല്ലത്തെ പ്രോഫിറ്റാണ്? 5 കൊല്ലത്തെയാണ്. അപ്പോൾ ഇതിനെ 5 കൊണ്ട് ഹരിക്കണം. 1,60,60,000 ഡിവൈഡ് ബൈ 5. I 3 15, 1 10, I 2 10, 32,000 ആവറേജ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് വില്ല് സമം ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നാണ്. ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ. ആവറേജ് പ്രോഫിറ്റ് 32,000. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 2, 32, 64,000 സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ല്. ഇങ്ങനെ ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഡീഡിൽ പറയുന്നതനുസരിച്ച് വേണം ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണക്കാക്കാനായിട്ട്. ഇപ്പോൾ ഒരു ചോദ്യത്തിൽ പറയുന്നു ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 3 years പർച്ചേസ് ഓഫ് ദി ആവറേജ് ഓഫ് പാസ്റ്റ് 4 years പ്രോഫിറ്റ്സ്. കഴിഞ്ഞ 4 കൊല്ലക്കാലത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 4 കൊല്ലത്തെ ടോട്ടൽ പ്രോഫിറ്റ് കാണണം. പിന്നെ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ അതിനെ 4 കൊണ്ട് ഹരിക്കണം. ആ കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 years പർച്ചേസ് എന്ന് പറഞ്ഞാൽ
3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗുഡ് വില്ല് കിട്ടും. ഇതാണ് ഗുഡ് വിൽ ഒരു മെത്തേഡ്. ദാറ്റ് മീൻസ് സിമ്പിൾ പ്രോഫിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഗുഡ് വിൽ കണക്കാക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വർഷം ലോസ് വരാം. ഇപ്പോൾ 5 കൊല്ലത്തെ പ്രോഫിറ്റ് ഇവിടെ പറഞ്ഞു. 5 കൊല്ലത്തെ പ്രോഫിറ്റ് തന്ന കൂട്ടത്തിൽ പറയുന്നു 1 കൊല്ലം ഇത് ലോസ് ആണ്. സപ്പോസ് ഇത് ലോസ്. അങ്ങനാണെങ്കിൽ ഇവിടെ 5 കൊല്ലത്തെ ടോട്ടൽ പ്രോഫിറ്റ് എടുക്കുമ്പോൾ 4 കൊല്ലത്തെ പ്രോഫിറ്റും കൂടെ കൂട്ടിയിട്ട് ലോസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. 4 കൊല്ലം 28, 30, 60, 66, 96, 4, 100, 120. 120,000 40,000 കുറയ്ക്കുമ്പോൾ ദാറ്റ് മീൻസ് 80,000. 80,000 5 years ടോട്ടൽ പ്രോഫിറ്റ്സ്. ആവറേജ് കണ്ടുപിടിക്കാൻ 80,000 ഡിവൈഡ് ബൈ 5 കൊണ്ട് തന്നെ ഹരിക്കും. ദെൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ലോസ് തന്നാൽ ആ ലോസ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നഷ്ടം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതാണ് ഏത്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ മിക്കവാറും പരീക്ഷയ്ക്ക് വലിയ ചോദ്യത്തിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇനി ചിലപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ആണെങ്കിൽ അഥവാ വന്നാൽ എന്താണ് ഈ സൂപ്പർ പ്രോഫിറ്റ്? അപ്പോൾ നമുക്ക് തരും സേ ഗുഡ് വിൽ എങ്ങനെ കണക്കാക്കണം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ. ഇൻ എ പാർട്ണർഷിപ്പ് ഡീഡ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 2 years purchase ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ്. 2 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. സൂപ്പർ പ്രോഫിറ്റിൻ്റെ 2 ഇരട്ടിയാണ് ഗുഡ് വില്ല്. അപ്പം നമുക്ക് തരുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷം, 5 lakhs. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് 80,000. ഇതെങ്ങനെ പറഞ്ഞു? അപ്പോൾ ചോദ്യം ഇതാണ്. ഇൻ എ പാർട്ണർഷിപ്പ് ഡീഡ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്നാണ്. സൂപ്പർ പ്രോഫിറ്റിൻ്റെ 2 ഇരട്ടിയാണെന്നാണ്. സൂപ്പർ പ്രോഫിറ്റിൻ്റെ 2 ഇരട്ടിയാണ്. അപ്പം നമുക്ക് എന്ത് കാണണം? സൂപ്പർ പ്രോഫിറ്റ് കാണണം. എന്താണ് ഈ സൂപ്പർ പ്രോഫിറ്റ്? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ദാൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്സ്. ആക്ച്വൽ പ്രോഫിറ്റ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിനേക്കാൾ എത്രയാണോ ആക്ച്വൽ പ്രോഫിറ്റ് കൂടുന്നത് അതാണ് സൂപ്പർ പ്രോഫിറ്റ്സ്. അപ്പോൾ ഈ കണക്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് 80,000 തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് 5 ലക്ഷം രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൻ്റെ 10% നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്. 5 ലക്ഷം രൂപ നമ്മൾ മുതൽ മുടക്കി. മുതൽ മുടക്കിൻ്റെ 10% നമ്മൾ റിട്ടേൺ ലാഭം പ്രതീക്ഷിക്കുന്നു. റിട്ടേൺ മീൻസ് അവിടെ ലാഭം. 5 ലക്ഷം രൂപ മുതൽ മുടക്ക്, 10% ലാഭം പ്രതീക്ഷിക്കുന്നു. അപ്പം 5 ലക്ഷത്തിന് 10% എത്രയാണ്? 50,000. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് സമം 5 ലക്ഷമാണ് മുതൽ മുടക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. 100ൽ 10. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ 50,000 പ്രതീക്ഷിച്ച ലാഭം 50,000, യഥാർത്ഥത്തിൽ കിട്ടിയ ലാഭം 80,000. അങ്ങനാണെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് സമം ആക്ച്വൽ 80,000
മൈനസ് എസ്റ്റിമേറ്റഡ് 50,000 സമം 30,000 ആണ്. സൂപ്പർ പ്രോഫിറ്റ് 30,000 ആണ്. Therefore goodwill equals 2 years purchase of super profit എന്നാണ്. അപ്പോൾ 2 ഗുണം 30,000 സമം 60,000 ആണ് ഗുഡ്വിൽ. ഇതാണ് ഗുഡ്വിൽ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് അവിടെ ഇതാണ് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഗുഡ്വിൽ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഗുഡ്വിൽ ഈസ് ദ ഗുഡ് നെയിം ഓഫ് ദ ബിസിനസ്. ഇറ്റ് ഈസ് an intangible or invisible asset. It is the additional value attached to the business. It is the extra earning capacity of the business. എന്നാൽ ഗുഡ്വില്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ എങ്ങനെ ഗുഡ്വിൽ വാല്യൂ ചെയ്യണം? ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അതാണ് പരീക്ഷയ്ക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കണക്കിൽ ഗുഡ്വില്ലിൻ്റെ വാല്യൂ നേരിട്ട് തരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയും, ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് ദി ആവറേജ് ഓഫ് പാസ്റ്റ് 5 years പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ 4 years പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ 3 years പ്രോഫിറ്റ്സ് പറയും. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ ഗുഡ്വിൽ കണ്ടുപോകണം. നെക്സ്റ്റ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റിന് ഇത്ര ഇരട്ടിയാണ്, 2 ഇരട്ടിയാണ്, അല്ലെങ്കിൽ 3 ഇരട്ടിയാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡ് തരും, 2 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തരും, നെക്സ്റ്റ് ആക്ച്വൽ പ്രോഫിറ്റ് തരും. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റും എസ്റ്റിമേറ്റഡ് ദി എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ദാൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഈസ് സൂപ്പർ പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാണണം. ഈ ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്നത് സൂപ്പർ പ്രോഫിറ്റാണ്. പിന്നെ ഡീഡിൽ പറഞ്ഞത് ടോയ്സ് ആണെങ്കിൽ 2 ഇൻറ്റു സൂപ്പർ പ്രോഫിറ്റ്, ഇങ്ങനെ ഗുഡ്വിൽ കാണും. അപ്പോൾ ഈ 2 മെത്തേഡ് അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, ഗുഡ്വിൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിലൊന്ന് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, സാധാരണ പരീക്ഷയ്ക്ക് ഗുഡ്വിൽ ക്യാഷായിട്ട് കൊണ്ടുവരുന്നു. പുതിയ പാർട്ണർ ഗുഡ്വില്ലിൻ്റെ ഷെയർ പണമായിട്ട് കൊണ്ടുവരുന്നു. അതായത് when new partner brings his share of goodwill in cash. ഇപ്പോൾ AB ബിസിനസ് സി അഡ്മിറ്റ് ചെയ്യുന്നു. സി ബ്രിങ്സ് ₹10,000 ആസ് his share of goodwill. ഗുഡ്വില്ലിൻ്റെ ഷെയർ പുതിയ പാർട്ണർ ക്യാഷായിട്ട് കൊണ്ടുവന്നാൽ ആ ഷെയർ ഓഫ് ഗുഡ്വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണം. അതായത് എ ആൻഡ് ബിയുടെ ബിസിനസ്സിലോട്ട് സി അഡ്മിറ്റ് ചെയ്യുന്നു. സി ക്യാപിറ്റൽ കൊണ്ടുവരും, അതോടൊപ്പം ഗുഡ്വില്ലും കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എന്ന് പറയുന്നത് എക്കും ബിക്കും കൊടുക്കുന്ന കൈക്കൂലിയാണ്. അവനെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ നൽകുന്ന ഒരു തുകയാണ് ഗുഡ്വില്ല്. അപ്പോൾ ഈ ഗുഡ്വിൽ ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ്, ഷെയർ ഓഫ് ഗുഡ്വിൽ ബ്രോട്ട് ബൈ ദ ന്യൂ പാർട്ട്ണർ ഷെയർഡ് എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. അതാ ശ്രദ്ധിക്കേണ്ടത്. പുതിയ പാർട്ണർ ഗുഡ്വില്ലിൻ്റെ ഷെയർ ക്യാഷായിട്ട് കൊണ്ടുവന്നാൽ ആ ഷെയർ ഓഫ് ഗുഡ്വില്ല് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം. അത് മറക്കരുത്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നോക്കുക. വീട്ടിൽ ശരിക്ക് ആ തിയറിയൊക്കെ ശരിക്ക് വർക്കൗട്ട് ചെയ്യുക. ഈ ക്ലാസ് ഇപ്പോൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.